Good morning. I am Santosh, ELV consultant. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് അക്കൗണ്ടിങ് ആണ്. സോ നമ്മളുടെ ബിസിനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് അക്കൗണ്ടിങ്. നമ്മൾ കറക്റ്റായിട്ട് അത് നോക്കിയില്ലെങ്കിൽ നമ്മളെ ബിസിനസ് താഴോട്ട് പോകും. സോ നമുക്കതെങ്ങനെ അത് നോക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയൊരു സ്ട്രക്ചർ, ഒരു 4 പോയിന്റ് ഞാനിന്ന് പറയാം. ഓക്കെ, അതിൽ ഫസ്റ്റ് പോയിന്റ്, നമ്മൾ ഒരു മാസത്തിന് നമ്മൾ 3ആയിട്ട് P1, P2, P3 അങ്ങനെ 3ആയിട്ട് തിരിക്കുക. ഓക്കെ, P1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 10 ദിവസം P1, അടുത്ത 10 ദിവസം P2, അടുത്ത 10 ദിവസം P3. സോ 3ആയിട്ട് നമ്മൾ തിരിച്ചു. ഇതെന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഞാൻ ഇനി അടുത്ത് പറയാൻ വന്ന ഈ 4 പോയിന്റിന് ഈ P1, P2, P3 നമ്മൾ വെരിഫൈ ചെയ്യണം. ഓക്കെ, അതാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. സോ എന്താണ് ആദ്യത്തെ പോയിന്റ്? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ബിസിനസ്സിന് ഒരു മാസം റൺ ചെയ്യണമെങ്കിൽ, ഒരു മന്ത് നമ്മുടെ ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ നമുക്കൊരു വർക്കിംഗ് ക്യാപിറ്റൽ വേണം, അല്ലേ? വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ഇപ്പം എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസം നമ്മുടെ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയുള്ള ഫണ്ട്, അത് നമ്മൾ ആ മാസത്തിന് മുമ്പേ നമ്മൾ കരുതണം. ദാറ്റ് മീൻസ് ഈ മാസം നമുക്ക് റെന്റ് കൊടുക്കണം, ഇത്ര എംപ്ലോയീസ് ഉണ്ട്, അവർക്ക് സാലറി കൊടുക്കണം, പിന്നെ നമുക്ക് ബാക്കിയുള്ള മൊബൈൽ ബില്ല്, അങ്ങനെയുള്ള എല്ലാ എക്സ്പെൻസിനെയും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു എമൗണ്ട് വരും. ഫോർ എക്സാമ്പിൾ, ആ എമൗണ്ട് ഒരു 2000 ദിനാർ എന്ന് വെച്ചോളൂ. സോ ഈ 2000 ദിനാറാണ് നമ്മളുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇതുണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കും, ഇതില്ലെങ്കിൽ പിന്നെ ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ല. സോ അപ്പോൾ ആദ്യം ഇതെങ്ങനെ കൊണ്ടുവരാം? ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെ കൊണ്ടുവരാം? വർക്കിംഗ് ക്യാപിറ്റൽ വരുന്നത് നമുക്ക് ലുക്ക് ഔട്ട് റേഷ്യോ എന്നൊരു സാധനത്തിൽ പറയാം. ലുക്ക് ഔട്ട് റേഷ്യോ എന്നൊരു സാധനം. എന്താണ് ലുക്ക് ഔട്ട് റേഷ്യോ? ലുക്ക് ഔട്ട് റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് വരുന്ന ഷോർട്ട് ടേം ഫണ്ടുകൾ, ഓക്കെ, ഷോർട്ട് ടേം ഫണ്ട്. എങ്ങനെയാണ് ഷോർട്ട് ടേം ഫണ്ട് വരുന്നത്? ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ മാസം ഇത്, ഫോർ എക്സാമ്പിൾ ഇതേ മാസമാണ് മെയ് മന്ത്. ഓക്കെ, മെയ് മന്ത് ചെയ്യുന്ന ബിസിനസിന്റെ പൈസ മെയ് മന്ത് കിട്ടത്തില്ല. അത് കിട്ടുന്നത് അടുത്ത മാസം ജൂണിലോ ജൂലൈയിലോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ മെയ് മന്ത് റണ്ണിങ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏപ്രിൽ മന്തുള്ള ടേൺ ഓവർ അല്ലെങ്കിൽ ഏപ്രിൽ മന്തുള്ള ഷോർട്ട് ടേം ഫണ്ടിൽ നിന്നാണ് നമ്മൾ മെയ് മന്തിന്റെ ഫണ്ട് റെഡിയാക്കാൻ. മെയ് മന്തിന്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏപ്രിൽ മന്തിൽ നിന്ന് വരണം. അല്ലാതെ മെയ് മന്തിൽ ഇന്ന് എടുക്കുന്ന ബിസിനസ്സിൽ നിന്ന് ഇന്ന് തന്നെ ഫണ്ട് വരണമെന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമില്ല. സോ നമ്മളെപ്പോലുള്ള സർവീസ് ഇൻഡസ്ട്രിക്കാർക്ക്, ഡെയിലി റീറ്റെയിൽ സെയിൽ നടക്കുന്നവർക്കൊക്കെ ഡെയിലി ഇതുണ്ടാവും, ഫണ്ട് വരുന്നുണ്ടാവും. പക്ഷെ സർവീസ് ഇൻഡസ്ട്രിയിൽ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു സർവീസ് ചെയ്തു, അതിനുശേഷം നമ്മളൊരു ഇൻവോയ്സ് കൊടുക്കുന്നു. ഇൻവോയ്സ് കൊടുത്തിട്ട് ആ ഇൻവോയ്സ് കമ്പനി, അടുത്ത കമ്പനി നമുക്ക് പ്രോസസ്സ് ചെയ്തിടാൻ മിനിമം 30 days എടുക്കും. അവരുടെ അക്കൗണ്ട്സിൽ പോകണം, അവരുടെ മാനേജ്മെന്റിൽ പോകണം, അവരുടെ ബില്ല് പാസ് ചെയ്യണം, എന്നിട്ട് അതെല്ലാം പ്രോസസ്സായി നമ്മുടെ അക്കൗണ്ടിലോട്ട് മിനിമം 30 days. പിന്നെ അതിൽ കൂടുതൽ എടുക്കുന്ന കമ്പനികളാണ് കൂടുതൽ. അപ്പോൾ നമ്മൾ മാക്സിമം ഷോർട്ട് ചെയ്ത് 30 daysനകത്ത് എത്തിക്കാൻ നോക്കും. അപ്പോൾ നമുക്ക് ഈ മാസത്തെ ചിലവിൻ്റെ പൈസ കഴിഞ്ഞ 2 മാസത്തെ ബിസിനസ്സിൽ നിന്ന് വേണം വരാൻ. അല്ലാതെ ഈ മാസം ചെയ്യുന്ന ബിസിനസ്സിൽ നിന്ന് വരണമെന്ന് ചോദിച്ചാൽ നടക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ ലുക്ക് ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നുമില്ല. ഒന്ന്, നമുക്ക് വരേണ്ട ഫണ്ട്, ഷോർട്ട് ടേം ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വരേണ്ട ഫണ്ടുകൾ ഏതാണെന്ന് നമ്മളൊരു ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, അതിന് നമ്മൾ പേയ്മെന്റ് ഫോളോ അപ്പ് പ്രോപ്പറായിട്ട് ചെയ്യണം. പേയ്മെന്റ് ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ വരത്തില്ല. കാരണം നമുക്ക് ആവശ്യക്കാരാരാണ്? നമ്മളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവരെ ഫോളോ അപ്പ് ചെയ്ത് അവരെ വിളിച്ച് ഇരുന്നാൽ, അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള അക്കൗണ്ട്സിന് മീറ്റ് ചെയ്യുക, അതിൻ്റെ പ്രോസസ്സ് ചെയ്യുക, അതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്താൽ മാത്രമേ ഈ ഷോർട്ട് ടേം ഫണ്ട് വരത്തുള്ളൂ. ഷോർട്ട് ടേം ഫണ്ട് വന്നാലേ നമുക്ക് നമ്മുടെ കമ്പനി റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ലുക്ക് ഔട്ട് റേഷ്യോയിൽ ആദ്യത്തെ കാര്യം ഷോർട്ട് ടേം ഫണ്ട് വരുത്തിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, ലുക്ക് ഔട്ട് റേഷ്യോയിൽ ഇപ്പം നമ്മൾ ഷോർട്ട് ടേം ഫണ്ട് വരുത്തിച്ചു. ഓക്കെ, ഷോർട്ട് ടേം ഫണ്ട് എവിടെ നിന്ന് വരുന്നു? ഫോർ എക്സാമ്പിൾ, എനിക്ക് ഫ്രം എ കമ്പനിയിൽ നിന്ന് എനിക്കൊരു 300 ദിനാർ വരാനുണ്ട്. ബി കമ്പനിയിൽ നിന്ന് എനിക്ക് ഒരു 500 ദിനാർ വരാനുണ്ട്. സി കമ്പനിയിൽ നിന്ന് എനിക്ക് 1200 ദിനാർ വരാനുണ്ട്. ഡി കമ്പനിയിൽ നിന്ന് എനിക്കൊരു 250 ദിനാർ വരാനുണ്ട്. ഈ കമ്പനിയിൽ നിന്ന്
എനിക്ക് ഒരു 100 ദിനാർ വരാനുണ്ട്. സോ ഇങ്ങനെ ഞാൻ കൂട്ടി എനിക്കൊരു ഫോർ എക്സാമ്പിൾ ഒരു 3500 ദിനാർ വരാനുണ്ട് എന്നുള്ള ഒരു കണക്ക് കൂട്ടി വെച്ചാൽ മാത്രമേ നമ്മളുടെ ഈ എക്സ്പെൻസ് 2000 ദിനാർ കൊണ്ടെത്തിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഫണ്ട് വരത്തില്ല. സോ നമ്മളിത് പ്ലാൻ ചെയ്യണം. വർക്കിംഗ് ക്യാപിറ്റൽ എവിടെ നിന്ന് പ്ലാൻ ചെയ്യും? നമ്മുടെ ബിസിനസ്സിൽ തന്നെ പ്ലാൻ ചെയ്യണം. നമ്മുടെ ബിസിനസ്സിലുള്ള ഫണ്ട് റൈസ് ചെയ്ത് വേണം വർക്കിംഗ് ക്യാപിറ്റൽ പ്ലാൻ ചെയ്യാൻ. അല്ലാതെ വായുവിൽ നിന്നൊന്നും വരത്തില്ല. സോ വി നീഡ് ടു ഫസ്റ്റ് നമുക്ക് സെയിൽസിൻ്റെ ആൾക്കാരെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ സെയിൽ വരത്തുള്ളൂ. സെയിൽ വന്നാൽ മാത്രമേ നമുക്ക് നമുക്ക് ഇൻവോയ്സ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇൻവോയ്സ് കൊടുത്താൽ മാത്രമേ ഷോർട്ട് ടൈം ഫണ്ട്സ് വരത്തുള്ളൂ. സെയിൽസിൻ്റെ ആൾക്കാർ ശരിയല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. സോ നമ്മൾ ആദ്യം സെയിൽസിൻ്റെ ആൾക്കാരിൽ നിന്ന് ഈ കാലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ഇതിലോട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. സോ ലുക്കൗട്ട് റേഷ്യോയിൽ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻസ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു റെന്റ്, സാലറി, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഒരു ലിസ്റ്റ് ലുക്കൗട്ട് റേഷ്യോയിൽ ലിസ്റ്റ് റെഡിയാക്കി വെക്കുക. അപ്പോൾ നമുക്ക് എന്ത് കാര്യങ്ങളാണ് വേണ്ടത്? 2 കാര്യങ്ങൾ ലുക്കൗട്ട് റേഷ്യോയിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കണം. ഒന്ന്, നമുക്ക് വരാനുള്ളത് ക്രെഡിറ്റ് എന്ന് പറയാം. നമുക്ക് വരാനുള്ളത് ക്രെഡിറ്റ്, ഓണർ ഡെബിറ്റ് എന്നാണ്. അതെങ്ങനെയാണ്? ക്രെഡിറ്റോ ഡെബിറ്റോ വരുന്നതിന് എന്ത് പറയും? ക്രെഡിറ്റ് എന്നല്ലേ. നമുക്ക് ക്രെഡിറ്റ് വരുന്ന കമ്പനികളിൽ നിന്ന് വരേണ്ട ഫണ്ടുകൾ, കമ്പനിയുടെ നെയിം, എമൗണ്ട് ഇങ്ങനെ നമ്മൾ ഇട്ടിട്ട് എഴുതി വെക്കണം. അപ്പോൾ ഇതിനൊരു ടോട്ടൽ ഒരു എമൗണ്ട് വരും. അതുപോലെ എക്സ്പെൻസ്, റെന്റ് ഇത്ര, സാലറീസ് ഇത്ര, അടുത്ത എക്സ്പെൻസ് ഇത്ര, ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ ഒരു ടോട്ടൽ എമൗണ്ട് വരും. സോ ഇതാണ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ലുക്കൗട്ട് റേഷ്യോ എന്ന് പറഞ്ഞ സാധനം. ഈ ചാർട്ട് നമ്മൾ എവറി